ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു വരുമാന മാർഗം. യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റയിൽ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോന്നു. ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പ്രോഡക്ട്സിന്റെ റിവ്യൂ അങ്ങനത്തെ കുറച്ച് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഭയങ്കര ഹെവി ആയിട്ടൊന്നും അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റിനൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം സാറ്റിസ്ഫൈഡ് ആയ പ്രോഡക്റ്റ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുള്ളൂ. സിനിമ ഒരെണ്ണം ചെയ്തതിന്റെ ക്ഷീണം കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് 1-2 ഓഫർ നല്ലത് വന്നു കഴിഞ്ഞാൽ ചെയ്യും. എന്താ കുഴപ്പം, നല്ല കാര്യമല്ലേ. ഓൾറെഡി ഇതിന് മുന്നേ എന്നെ വിളിച്ചിരുന്നതാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും പെർമിഷൻ എടുക്കണം എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് പോയില്ല. ഇനിയൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകും. ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല കേട്ടോ. മുന്നേ വന്നതാ, ഞാൻ പറഞ്ഞില്ല, കുറെ നാൾ മുന്നേ. എനിക്ക് തോന്നുന്നു ഒരു 3rd ടൈമിൽ എന്തോ ആയിരുന്നു തോന്നുന്നുണ്ട്. മതിയില്ലേ? ഇന്നാകെ ഒരു സിനിമയെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഫിലിം TV പ്രൊഫഷൻ ആയതുകൊണ്ട് ബുക്ക് ചെയ്യാൻ വലിയ പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ അറിയാലോ, FFK വരുമ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടല്ലേ വരിക, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് സിനിമ കാണാമെന്ന് വിചാരിക്കുമ്പോഴേക്കും മിക്കവാറും ഡെലിഗേറ്റ്സിന് എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് റിസർവ് ചെയ്യാൻ പറ്റാറില്ല. ആപ്പിന്റെ പ്രശ്നമെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനും ഡെലിഗേറ്റ് പാസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇടയ്ക്ക് ഈ പറഞ്ഞത് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്, ഇടയ്ക്ക് ഡെലിഗേറ്റ് കിട്ടാറ്. ഈ പ്രാവശ്യം ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് എല്ലാ ദിവസവും 3 ഫിലിം വെച്ച് കാണാൻ പറ്റാറുണ്ട്. പിന്നെ നിശാഗന്ധിയിൽ പോയി കഴിഞ്ഞാൽ 4-5 അങ്ങനെ ആവാറുണ്ട്. ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരാൻ ഇന്ന് ഇച്ചിരി മടിയുണ്ടായിരുന്നു രാവിലെ. അപ്പൊ അത് കാരണം ഇന്ന് ഒരുപാടൊക്കെ കണ്ടോളൂ. ഇനി വൈകിട്ട് കാണണം. ഓളം ഇച്ചിരി കുറവാന്ന് എല്ലാവരും പറയണു. അപ്പൊ എനിക്കും ഞാൻ പക്ഷെ കഴിഞ്ഞ വർഷം വരാതെ ഈ വർഷം വന്നോണ്ട് എനിക്കിങ്ങനെ എൻ്റെ കുറെ ഒത്തിരി നാളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാല് പലരും പറയുന്നു ഓളം പോരാ. എനിക്ക് തോന്നുന്നു പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് മാറ്റിക്കൊണ്ടായിരിക്കും. ഇപ്പൊ മാനവീയത്തേക്ക് പാട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പൊ രാത്രിത്തെ ഒരു ഗ്യാതറിങ് അങ്ങോട്ടേക്കായിട്ടുണ്ട്. പിന്നെ നിശാഗന്ധിയില് രാത്രി മൂവീസ് ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കണം ചിലപ്പോൾ. അങ്ങനെ ചോദിക്കരുത്. പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ആകെ എന്താ പറയാ, കറക്റ്റായിട്ടൊരു പ്ലാനുള്ളത് കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ പഠിപ്പും കാര്യങ്ങളും അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പ്ലാൻസ് ഒക്കെ ഒന്നുമില്ല. മതി. 9ാമത്തെ. അതായത് ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വരാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. കാരണം 2015 ഫസ്റ്റ് ഞാൻ വരുന്നത്. അല്ലല്ല, ഞാൻ എറണാകുളം, പ്രോപ്പർ എറണാകുളംകാരിയാ. ജനിച്ചു വളർന്ന എല്ലാം അവിടെയാ. അതെ, ജോലി ഉള്ളപ്പോഴും അതെ. ഈ ദിവസങ്ങളിൽ ലീവ് എടുക്കണം എന്നുള്ളതുകൊണ്ട് അതിന് മുന്നേ എന്താ പറയാ, നമുക്കിങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ദിവസങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ വരും.